ഹലോ ഹലോ ഹലോ. എന്തു പറ്റി? ഓ നോ, ഫോണിന്റെ ബാറ്ററി തീർന്നു. നീ ഇത്രയെങ്കിലും കേട്ടില്ലേ അയാൾ എത്ര സമയത്തിനകം ഇവിടെ എത്തുമെന്ന്? അറിയില്ല, അവൻ ഞാൻ പറഞ്ഞത് കേട്ടോ ഇല്ലയോ, അവന് അഡ്രസ് മനസ്സിലായോ എന്ന്. ഐ ഡോ നോ പ്രീത. നീ ടെൻഷൻ ആവണ്ട, എനിക്ക് അവന്റെ നമ്പർ അറിയാം. നീ ഫോൺ തന്നാ മതി, ഞാൻ വിളിച്ചു പറയാം. എന്റെ ഫോൺ ഞാൻ എടുത്തിട്ടില്ല. ധൃതി പിടിച്ചിറങ്ങിയത് കൊണ്ട് അവിടെ തന്നെ വെച്ചിട്ട് വന്നു. വാട്ട്? ഇതാരാ ഇത്? എന്താ? എന്തുപറ്റി? നിനക്ക് പേടിയില്ലേ? ഞാൻ അത്ര പെട്ടെന്നൊന്നും പേടിക്കാറില്ല. ഇൻഫാക്ട് ഞാനും പ്രീത ചേച്ചിയും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളില്, ഐ മീൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും പേടിക്കില്ല. പപ്പ എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴാണോ കൺമുന്നില് ഒരു പേടിപ്പിക്കുന്ന കാര്യം വരുന്നത് അതുവരെ പേടിക്കരുതെന്ന്. അത് ശരി. പേടിപ്പിക്കുന്ന കാര്യം കൺമുന്നിൽ വന്നാ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താ, മുഴുവൻ ധൈര്യം എടുത്ത് അതിനെ നേരിടണം. അല്ലാണ്ട് പിന്നെ ബേസിക്കലി പോയിന്റ് എന്താന്ന് വെച്ചാ ഏതൊരവസ്ഥയിലും ധൈര്യമായിട്ടിരിക്കണം, പേടിക്കരുത്. എനിക്ക് തോന്നുന്നു നിന്റെ പപ്പ വളരെ ബുദ്ധിയുള്ള ആളായിരുന്നെന്ന്. ജീവിതത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ്. നിനക്കൊരു കാര്യം അറിയോ? ഇതെന്റെ ആദ്യത്തെ ഹോളിയാ. ഞാൻ എന്റെ പപ്പയോടൊത്ത് ആഘോഷിക്കാത്തത്. ആ പിന്നെ ഹോളി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നലെ വലിയ ആഘോഷം നടന്നു എന്ന് കേട്ടു, ശരിയാണോ? ഒരു മീൻ ബൈ ആഘോഷമായിട്ട് നടന്നെന്ന് കേട്ടു. എന്തൊക്കെയാ നീ പറയുന്നേ? അത് ശരി, മറന്നുപോയോ? ഞാൻ ഓർമ്മിപ്പിക്കാം. നീ ഇന്നലെ ഒരു കാര്യം പൊട്ടിച്ചു, പിന്നെ എന്നെ പ്രശ്നത്തിലാക്കി. ഇപ്പൊ ഓർമ്മ വന്നോ? പറയൂ. ഞാനോ? എപ്പോ? ഇല്ലല്ലോ. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഓ, എങ്ങോട്ടാ പോണത്? ഈ കൊടുങ്കാറ്റൊന്ന് ഒരു മിനിറ്റ് അവിടെ നിന്നേ. ഇപ്പോ സംഭവിക്കാനുള്ളത് നീ ചെയ്യാനുള്ളത് ചെയ്തു. ഇനി അത് പറഞ്ഞാ മതി. നീ എന്നോട് സത്യം പറ, നീ ഇന്നലെ വെള്ളം അടിച്ച് കിരണേട്ടന്റെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്തോ ഇല്ലയോ? പറ. ആരാ പറഞ്ഞേ? നോക്ക്, കിരൺ എന്റെ ഏട്ടനാ. പുള്ളി എന്നോടൊന്നും ഒളിക്കാറില്ല, കള്ളവും പറയാറില്ല. സോ ടെൽ മീ, പ്രപ്പോസ് ചെയ്തോ ഇല്ലയോ? കിരൺ സർ, ഇത് വലിയ ചതിയായി പോയി. സാറിന്റെ ബെസ്റ്റ് ഫാനിനെയാ സാർ ചതിച്ചത്. ചേട്ടൻ ആദ്യം കരുതിയത് നീ ചേട്ടനെ പ്രപ്പോസ് ചെയ്യാൻ പോയതാണെന്നാണ്. കാരണം നീ ചേട്ടന്റെ വലിയ ഫാനാണല്ലോ. പിന്നീടാണ് ബുദ്ധി ഉണർന്നത്. അതായത് നീ ആ പയ്യന്റെ പേര് പറഞ്ഞപ്പോ. പക്ഷെ നീ ആ പയ്യനെ എങ്ങനെ സ്നേഹിക്കും സൃഷ്ടി? ആ പയ്യനെന്ന് പറഞ്ഞ? എന്നോട് കിരണേട്ടൻ പറഞ്ഞത് പുള്ളിയെ അല്ല, മറിച്ച് വേറെ ഏതോ പയ്യനെ പ്രപ്പോസ് ചെയ്തു. അത് വേറെ ഏതോ പയ്യന്റെ പേരായിരുന്നു. ഞാൻ അവനാണെന്ന് വിചാരിച്ചോ സാറിനോട് ഐ ലവ് യു അവനാണെന്ന് വിചാരിച്ചോ? ഏവൻ വേറെ ആരാ? എന്റെ ഷോട്ടി, മന്ദബുദ്ധി, കുളിർക്കാറ്റ്, സമീർ. ഒരു മിനിറ്റ്, നീ ആദ്യം എന്നോട് ഒരു കാര്യം പറ. കിരൺ സാർ നിന്നോട് എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ആർക്കായിരുന്നു ആ പ്രപ്പോസൽ? അതൊരു ഷോട്ടി എന്ന് പേരുള്ള കുളിർക്കാറ്റായി നീ വീശുന്ന, അതായത് ഞാൻ. ഓ മൈ ഗോഡ്, കിരൺ സാർ ഇവനോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? പറ. നീ കിരണേട്ടന്റെ അടുത്ത് പോയി പറഞ്ഞില്ലേ നീ എന്നെ ഇല്ല.
ഇല്ല ഇല്ല. അതെ, ഇത് കള്ളമായിരുന്നെങ്കിൽ സൃഷ്ടി ഉറപ്പായും അടിച്ചെന്റെ ചെകിട് പൊളിച്ചേനെ. ഇത് സത്യമായതുകൊണ്ടാ അവൾ ഇവിടുന്ന് പേടിച്ചോടിയത്. അതിനർത്ഥം സൃഷ്ടി ശരിക്കും എന്നെ പ്രണയിക്കുന്നുണ്ടോ? അവള് എന്നെ പ്രണയിക്കുന്നോ? Oh my God, oh my God, oh my God. Oh my God. സ്വന്തമായിട്ടും പറഞ്ഞു അവന് ഞാൻ സൂചന കൊടുത്ത്. ഞാൻ എത്ര സന്തോഷത്തിലാണെന്ന് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ഹോളിയായിട്ട് ഭാങ്ങൊക്കെ കുടിച്ച് ദൈവമേ ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തൊരു ഫീലിംഗ് ആയത്, പറക്കുന്ന പോലെ ഉണ്ട്. I am so happy. 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 ഓ നോ, ഇത് ഷെർലിൻ അല്ലേ? ആ മൂശേട്ട കവിതാന്റെയുടെ പ്രിയ പുത്രി. നീ എന്താ ഇത്ര സന്തോഷത്തിലെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. നീ എന്തിനാ അറിയുന്നേ? ആ പിന്നെ നെക്സ്റ്റ് ടൈം ഞാൻ ഇത്ര സന്തോഷത്തിലിരിക്കുമ്പോഴേ എന്റെ അടുത്തേക്ക് എങ്ങും വന്നേക്കരുത്. നിന്നെ കണ്ടാ തന്നെ എന്റെ മൂഡ് മാറിപ്പോവും. ലുക്ക് അറ്റ് യു, മൂഡ് മാറും പോലും. അത് ആക്ച്വലി നിന്നെ പോലത്തെ പാവപ്പെട്ട ഐ മീൻ ടു സേ മിഡിൽ ക്ലാസ് ആളുകൾക്ക് സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ പോലും അറിയില്ല. ഇതൊരുമാതിരി മാർക്കറ്റിലെ ആളുകൾ കളിക്കുന്നത് പോലെയുണ്ട്. ഇങ്ങനെയല്ല സന്തോഷം സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. സന്തോഷം പങ്കിടുന്നത് ഷാമ്പയിൻ കൊണ്ടാണ്. ഓ ഐ എം സോറി, നിനക്ക് അറിയില്ലായിരിക്കും അല്ലേ ഷാമ്പയിൻ എന്താണെന്ന്? അത് പണക്കാർക്കുള്ളതാ. നീ ഇനി എത്ര വലിയവളായാലും അതെന്റെ പ്രശ്നമല്ല. നീ എന്തിനാ എപ്പോഴും എന്റെ മുന്നിൽ നിന്റെ ഉയർന്ന സ്റ്റാറ്റസിന്റെയും കുറെ കാശിന്റെ ഒക്കെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? സ്റ്റേറ്റസ് ഭയങ്കര ഹൈയും കയ്യിലിരിപ്പ് ഇതുമല്ലേ? വന്നേക്കുന്നു. എന്തു പറ്റി? എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എന്റെ പൊന്നെ, ഞാൻ നോക്കിയത് നീ എത്ര മന്ദബുദ്ധിയാണെന്ന വൃത്തിയായിട്ടവളെ. ഐ മീൻ, ഒരാളെ തേടി ഇറങ്ങിയിട്ട് മൊബൈൽ വീട്ടിൽ വെച്ചോടെ പൊട്ടക്കണ്ണി കൊണ്ടുവന്നോടെ കൂടെ. മൊബൈൽ എന്ന പെണ്ണെ പറയുന്നത് മൊബൈൽ. ആൾക്കാരത് കൂടെ കൊണ്ടു നടക്കുന്നത്, അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വാഷ്റൂമിൽ പോലും കൊണ്ടുപോകാതെ. മനസ്സിലായോടി? മനസ്സിലായില്ല, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്തിനാണ് ആളുകള് വാഷ്റൂമിൽ കൊണ്ടുപോകുന്നതെന്ന്? ആഫ്റ്റർ ഓൾ ഞാൻ എന്റെ ഫോണ് എന്റെ ഒപ്പം കൊണ്ടുവരുന്നില്ല. പറയും, നീ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, നീ എന്റെ തലയ്ക്കങ്ങ് അടിക്ക. ഇനി എന്താടി ചെയ്യുന്നേ? വെയിറ്റ് ചെയ്യാം നമുക്ക്. ആ മെക്കാനിക്ക് ഇവിടെ വരും. എന്റെ പൊന്നു മോളെ, മെക്കാനിക്ക് നിനക്ക് മെസ്സേജ് അയച്ചായിരുന്നു അയാൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന്? ആണോടി? അതോ കാറ്റ് നിന്റെ കാതിൽ മെസ്സേജ് ആയി വന്ന് പറഞ്ഞോ? ടെൽ മീ. എനിക്ക് ഇതുപോലും അറിയില്ല അയാൾ ഞാൻ പറഞ്ഞത് കേട്ടോ ഇല്ലയോ എന്ന്. അയാൾക്ക് അഡ്രസ് മനസ്സിലായോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോഴവിടെ ഒരു കിന്നാരം പറിച്ചില്. നോക്കൂ കിരൺ, ഇത്ര അപ്സെറ്റ് ആകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ രണ്ടുപേരും എനർജി ഇല്ലാതാകും. എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ ചെയ്യാം, നമ്മൾ രണ്ടാളും കുറച്ചു ദൂരം നടക്കാം. വഴിയിൽ നമുക്ക് ഏതെങ്കിലും മെക്കാനിക്കിനെ കിട്ടിയാലോ? അയാളെ ഇവിടെ കൊണ്ടുവരാം. ഗുഡ് ഐഡിയ. ശാന്തമായി ബുദ്ധി ഉപയോഗിക്ക്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും. മനസ്സിലായോ? കയ്യില് കൈ ചേർത്ത് നിലാവുള്ള ഈ രാത്രിയില് ഞാനും നീ ഒരുമിച്ച് നടന്ന് വിജനമായ വഴിയിലൂടെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മെക്കാനിക്കിനെ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുന്നു വരെ നമ്മൾ നടക്കും. അങ്ങനെ നടന്നു പോകുമ്പോ ഒരു കട പെട്ടെന്ന് മുന്നിലേക്ക് ചാടും, എന്നിട്ട് അത് ആക്രമിക്കും. ഭ്രാന്തായോ നിനക്ക്? ഞാൻ പ്രീതി അല്ലടി ഭ്രാന്താവാൻ. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. നിന്നതെന്താ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ. പിന്നെ വഴിയിൽ ഏതെങ്കിലും കടുവ കണ്ടാലേ എന്റെ ഹായ് പറഞ്ഞേക്കണം. നീ കിരൺ നമ്പരുടെ ഹായ്. ഓക്കേ, പോവണേ. ആ പോവാ. ഞാൻ പേടിക്കില്ല നിന്റെ നോൺസെൻസ് കാര്യത്തിലൊന്നും. പോവാ. ഗോ ഗോ ഗോ, പോ. എന്തോ ചെയ്.
ഞാൻ പേടിക്കില്ല അല്ലേ? എന്തോ ചെയ് പോ. ആ ഞാൻ അങ്ങനെ പേടിക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ തിരികെ വന്നത് നീ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് കാറൊന്ന് തള്ളി നോക്കിയാലോ? ചിലപ്പോ അങ്ങനെ സ്റ്റാർട്ട് ആകാറുണ്ട്. നിന്റെ കയ്യിൽ വലിയ ഐഡിയ ആണുള്ളത്. ലെറ്റ്സ് ട്രൈ. കൈ മാറ്റുവേണേ. നിന്റെ പോലെ ഭ്രാന്തൻ ഐഡിയ അല്ലല്ലോ. എന്താ നീ എന്താടി ഇവിടുത്തെ രാജ്ഞി വലതും ആണോ? എന്നെ സഹായിക്കാണ്ടിരിക്കാൻ. ഹെൽപ്പ് മീ. അതെ രോഹിത്, കിരണും പ്രീതയും കൂടി പോയിട്ടുണ്ട്. പക്ഷേ മോനെ നീ എവിടെയാണ്? പ്ലീസ് വേഗം വീട്ടിലേക്ക് വാ. എനിക്ക് നല്ല പേടിയാകുന്നു മോനെ. കവിത ചേച്ചി, ചേച്ചി പൃഥ്വി വന്നോ ഇങ്ങോട്ട്? എടത്തി, എനിക്ക് എടത്തിയോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നമ്മൾ ഈ അറക്കൽ കുടുംബത്തിന്റെ പ്രോബ്ലംസിൽ ഇത്ര ഇൻവോൾവ് ആകാൻ പാടില്ല. നമ്മളിവിടെ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വന്നാണോ അതോ ഈ ആളുകളുടെ ടെൻഷൻ എടുക്കാനോ? പൃഥ്വി അതിന് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ കളഞ്ഞു പോകാൻ. അവൻ തനിയെ വന്നോളൂ. ഇല്ല ചേച്ചി, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല പൃഥ്വി ബുദ്ധിമാനാണോ കുട്ടിയാണോ എന്നൊന്നും. കാര്യം എന്താന്ന് വെച്ചാല് പൃഥ്വി സരളയുടെ ഭാവി മരുമകനാകാൻ പോകുന്നയാളാ. പിന്നെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഇവരൊക്കെ നമ്മുടെ അതിഥികളാണ്. നമ്മളാണ് അവരെ ഈ ഫാം ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് പിക്നിക്കിനായി. പിന്നെ നിർഭാഗ്യവശാല് കിരണിന്റെ ബോൾ കൊണ്ട് അവന് പരിക്കും പറ്റി. വളരെ മോശമായി പോയി. എടത്തി, കിരൺ മനഃപൂർവ്വം പൃഥ്വിയെ ബോൾ കൊണ്ട് എറിഞ്ഞൊന്നും അല്ല. ഇതൊരു കളിയല്ലേ? പരിക്കുണ്ടാവും ചിലപ്പോഴൊക്കെ. ഇതിനെ എത്ര പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഇപ്പൊ? ഇത് തന്നെ ഞാനും പറയുന്നത്. കളിക്കിടയില് ബൈ മിസ്റ്റേക്സ് ആയി പറ്റിയതാ. കിരൺ മനഃപൂർവ്വം ചെയ്തതല്ല ഇതൊന്നും ചേച്ചി. ഏടത്തി, ഈ 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്ന രീതി ആദ്യം മതിയാക്കും. എന്റെ മനസ്സിലിപ്പോ തോന്നുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ അറക്കലുകാര് നമ്മുടെ ഒപ്പം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ വീക്കെൻഡ് നന്നായി എൻജോയ് ചെയ്തേനെ. ചേച്ചി നിങ്ങൾ ഞാൻ പറയുന്നത് പ്ലീസ്, ഇനി വീണ്ടും എടത്തി ഇങ്ങനെ പറയരുത്. അവര് നിങ്ങളുടെ ഫാമിലിയാണ്. അവർക്ക് വിഷമം വന്ന ഏടത്തിക്കും ഫീൽ ചെയ്യും. ഒരു കാര്യം മറക്കരുത് ഏടത്തി, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫാമിലി മെമ്പറാ. ആ അറക്കലുകാരേക്കാൾ അടുത്ത ബന്ധം. സരള, നിങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. നിങ്ങൾക്കറിയാലോ, കവിത ചേച്ചി ചിന്തിക്കുന്നതൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാ. അവര് ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പോലും. ഐ ആം റിയലി സോറി. എനിക്കറിയാം കവിതയുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. നിങ്ങൾ അവർക്കായി ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല, എന്തിനാ കവിത ഞങ്ങൾ ഇത്രയും വെറുക്കുന്നതെന്ന്. പ്രീതയും സൃഷ്ടിയെ എന്നെ. എന്നാലും ഞാൻ ഇതാലോചിച്ച് സന്തോഷിക്കാറുണ്ട്. നിങ്ങൾ, മഹേഷ് സാർ, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായി, രോഹിത്, കിരൺ, കാർത്തിക, എല്ലാരും ഞങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങളോടുള്ള ഇഷ്ടം എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളൊരു കുടുംബം പോലെയല്ല, കുടുംബമായിട്ട് തന്നെയാ കാണുന്നത്. കുടുംബത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരിടത്ത് എല്ലാവരുടെയും മനസ്സിൽ ഇത്ര ഇഷ്ടം ഞങ്ങൾക്കായിട്ടുള്ളപ്പോൾ മറുവശത്ത് ഇത്തിരി അനിഷ്ടം വന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പോകെ പോകെ എല്ലാ അനിഷ്ടങ്ങളും പെട്ടെന്ന് ശരിയായിക്കോളും. എല്ലാം വളരെ പെട്ടെന്ന് ശരിയാവും. പോകാം. നീ വിട്ടേക്ക്, നിന്നെ കൊണ്ട് സാധിക്കില്ല. കിരൺ ഇത് അനങ്ങുന്നില്ലല്ലോ. ഇത് അനങ്ങുന്ന പോലുമില്ല. എന്തോ വലിയ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ലിഫ്റ്റ് ചോദിക്കാം. ഗുഡ് ഐഡിയ. വിട്ടേക്ക് എന്റെ പ്രീത, നീ എന്നെ എത്രയാ പുകഴ്ത്തുന്നേ. എപ്പോഴും എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരുന്ന ഒരു കുഴപ്പമില്ല. നീ കണ്ടോ മോളെ, ഞാൻ എത്ര പെട്ടെന്ന് വണ്ടി നിർത്താൻ പോകുന്നെന്ന്. എന്നെ കണ്ട ലിഫ്റ്റ് ആരും ഇല്ല ഇല്ല, നിന്നെ പ്രശംസിക്കുന്ന ഇപ്പൊ എനിക്ക് ബൈ ഹാർട്ടായി. പക്ഷെ ഇപ്പൊ നീ തന്ന ഐഡിയ ഉണ്ടല്ലോ, അതിന് ശബ്ദം പോലും ഇല്ല എനിക്ക്. ഐ മീൻ മൈൻഡ് ബ്ലോക്ക്. അത് നിന്റെ അശ്രദ്ധ കൊണ്ട് 2 വണ്ടിയും കൂടെ പോയി. നീ കൈ കാണിക്കാത്ത എന്താ? അതോ അതിനെ കൂടെ നിർത്തുന്നു. അപ്പൊ നിന്നെ കളിയാക്കി വരുന്നല്ലടി. ഇവിടുന്ന് ടെമ്പോ വരെ പോകാറുണ്ട്. ഞാൻ കണ്ട കാര്യം ഈ പറയുന്നേ. അതെയോ? എന്നിട്ട് ഞാൻ എവിടെയും കാണുന്നില്ലല്ലോ.
ആ ശബ്ദം കേട്ടോ? അത് ഓ കടുവയുടെ ഗർജനമല്ല പെണ്ണെ, വണ്ടിയുടെ ഹോൺ അടിക്കുന്ന ശബ്ദം. ഇനി മിണ്ടാണ്ടിരിക്കും. നീ കണ്ടോ ഞാൻ എങ്ങനെ വണ്ടി നിർത്താൻ പോകുന്നെന്ന്? എന്നെ കണ്ട ഉടനെ വണ്ടി നിർത്തും. ബിക്കോസ് ഐ എം ദ കിരൺ നമ്പ്യാർ. എന്റെ സ്റ്റൈലാണ് ഇത്. നോക്ക് എത്ര വണ്ടികളാ നിർത്തുന്നേ. നീ ഒന്ന് പോടി. ആ കണ്ടോടി, ഞാൻ പറഞ്ഞില്ലേ വണ്ടി നിർത്തിയത് കണ്ടോ? കിരൺ നമ്പ്യാർ ആരാ മോൻ? ഓ ഓയ് കിരൺ നമ്പ്യാർ, നിങ്ങളുടെ ചാമിങ്ങിന് വാക്കുകൾ പോലും ഇല്ല. നീ വണ്ടി നിർത്താൻ എക്സ്പേർട്ട് ആയി കഴിഞ്ഞു. എന്താണെന്നോ, അതായത് 2 സെക്കൻഡത്തേക്ക് മാത്രം. സാരമില്ല പോട്ടെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ മാജിക് കുറിച്ച് കുറഞ്ഞു പോയെന്ന്? അടുത്ത തവണ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്ക്, കൂടുതൽ ചാമാകും. സാരമില്ല, നീ കരയരുത് പ്ലീസ്. സംഭവിക്കും, ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകാം. ബലൂണിലും കാറ്റൊക്കെ ചിലപ്പോ ഒന്ന് പോവാറുണ്ട്. ഒരുപാട് വണ്ടി നീ നിർത്തി. ഷെർലിൻ ഇങ്ങോട്ട് വന്നേ. എന്താ അങ്കിൾ? അത് ആ പൃഥ്വി ഇതുവരെ വന്നില്ല. അതായത് ഇരിക്കെ അത്ര കഠിന ഹൃദയനൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇതെല്ലാം നടന്നത് നന്നായി. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നില്ലേ ഇപ്പൊ നമ്മള് കിച്ചണിൽ പോയി പക്ക അവിടെ ഉണ്ടാക്കിയേനെ, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയേനെ. ചായ ഉണ്ടാക്കണം, കോഫി ഉണ്ടാക്കണം. ഇതിൽ നിന്നല്ല രക്ഷപ്പെട്ടില്ലേ? നന്നായില്ലേ? ഈ നമ്പ്യാർമാരെല്ലാം ചിന്തിക്കുന്നത് ഒരുപോലെയാ. എല്ലാരും വളരെ മോശക്കാരാ. ലക്ഷ്യം എല്ലാത്തിന്റെ വെവ്വേറെയാ. പക്ഷെ ഇവരിൽ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്റെ പൊന്നു ബേബി ഇവിടെ ഉണ്ടാവണമെന്ന്. പോപ്കോൺ കഴിക്കേ, എന്നിട്ട് സന്തോഷിക്കേ. ഗിരീഷ, മുകളിലെ റൂമിന്റെ ലൈറ്റ് ഇട്. ഞാൻ ദാ വരുന്നു. ആരെങ്കിലും എന്റെ ഫോൺ കണ്ടായിരുന്നോ? ഞാൻ കുറെ നേരിട്ട് തിരക്കുന്നു. ഇതാ ഇവിടെ. കിരണിന്റെ ഫോൺ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല മോനെ, കോളൊന്നും വന്നില്ല. ഇവനിത് എവിടെ പോയി അറിയില്ലല്ലോ. എപ്പോഴേ വരേണ്ടതാ? രോഹിത്, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യൂ. കിരണിനെ ഫോൺ ചെയ്തിട്ട് അവരിപ്പോ എവിടെയാണെന്ന് ചോദിക്കൂ. ശരി. ഫോൺ കിട്ടുന്നുമില്ലല്ലോ. ആ മോനെ, എന്നാ പ്രീതിയുടെ നമ്പറിലേക്ക് വേഗം വിളിക്ക്. ഐ ആം ഷുവർ അവന്റെ ഫോണിന്റെ ബാറ്ററി തീർന്നാണ്. എത്ര കെയർലെസ്സാ നോക്കിയേ. അയ്യോ, ഇവിടുന്നാണല്ലോ ബെല്ലടിക്കുന്നത്. ഇവിടെ. അയ്യോ, പ്രീത ഫോൺ എടുക്കാൻ മറന്നു തോന്നേ. രോഹിത് മോനെ, പൃഥ്വി ഫോൺ ചെയ്ത് നോക്ക്. ആ ശരിയമ്മേ. അവനിപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. ശരി, എന്തായാലും വിളിച്ചു നോക്കാം. അവന്റെ നമ്പരും കിട്ടുന്നില്ലല്ലോ. എന്റെ ദൈവമേ, 3 പേരെയും ഫോണിൽ കിട്ടുന്നില്ല. ആരും ഫോൺ എടുക്കുന്നുമില്ല. ദൈവം തന്നെ എല്ലാം ശരിയാക്കി തന്നാ മതിയായിരുന്നു. നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ എന്തിനാ? വരുമെന്നേ 3 പേര് ഒന്നിച്ചുണ്ടാകും, സംസാരിക്കുകയാവും. അതാ ഫോൺ മാറ്റിവെച്ചത്. അറിയില്ല ഇത്ര ടെൻഷൻ എന്തിനാ. നിങ്ങളുടെ ഈ ടെൻഷനിടയില് ഞങ്ങൾ വിശന്ന് മരിക്കും. വളരെയധികം വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്ക്. ഈ പോപ്കോൺ കഴിച്ച് എത്ര നേരം ഇരിക്കും? ഞാൻ നിങ്ങളെ സഹായിക്കാം. വരൂ. വേണ്ട സർല, നിങ്ങൾ വിശ്രമിച്ചോളൂ. ഞാൻ തന്നെ എല്ലാം നോക്കിക്കൊള്ളാം. പ്ലീസ്. വേണ്ട രാധികെ, നിങ്ങൾ ഞങ്ങളൊരു കുടുംബത്തെ പോലെ തന്നെയാ കാണുന്നത്. കുടുംബമാവുമ്പോ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ട ആളല്ലേ. അത് മാത്രമല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുണ്ടാക്കാം, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടാക്ക്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. വരൂ. കുഴപ്പമൊന്നുമില്ല. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. നീ പുറകിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കെ, ഞാൻ ലിഫ്റ്റ് ചോദിക്കാം. അയ്യോ, നീ വണ്ടി നിർത്തുന്നോ? അത് നീ എങ്ങനെയാടേ? അത് ബോളിവുഡ് മൂവീസിൽ ഹീറോയിൻസ് ഒക്കെ ചെയ്യുന്ന പോലെ സ്കേർട്ട് അല്പം അങ്ങ് ഉയർത്തി. പക്ഷെ നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നീ സ്കേർട്ട് അല്ലല്ലോ ഇട്ടിരിക്കുന്നേ, ചുരിദാറല്ലേ. പിന്നെ എങ്ങനെയാ നീ ചെയ്യുന്നേ? ഇനി നീ കുറച്ച് സെക്സി ആവോടി. ആയിട്ട് നമ്മൾ ഡാൻസസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ സംതിങ് വളരെ ഹോട്ടായ ഫേസുമായിട്ട്, റൈറ്റ്? നീ ഒരിക്കലും വണ്ടി നിർത്താൻ പോകുന്നില്ല, മനസ്സിലായോടി? നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം അത്. നിന്റെ ഇത്രയും വൃത്തികെട്ട ചിന്തയുണ്ടല്ലോ, അതുകൊണ്ട് വണ്ടി നിർത്താതെ പോയെ. ചിന്ത കാരണം പെണ്ണെ 2 റീസൺസ് ആ വണ്ടി നിർത്താത്തത്. അതെന്താന്ന് വെച്ചാ, അതിലെ ആദ്യത്തെ റീസൺ എനിക്കിങ്ങനെ ഹോട്ട് സെക്സി ആയിട്ട് ഫേസ് വെക്കണമെന്നും അറിയില്ല പെമ്പിളാരെ പോലെ. ആൻഡ് സെക്കൻഡ്ലി ഞാൻ സ്കേർട്ട് അല്ല ഇട്ടേക്കുന്നത്. ആൻഡ് തേർഡ്ലി
നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഞാൻ കിരൺ നമ്പ്യാരാണ്, എന്നോട് ആരും നോ പറയില്ല, അതുകൊണ്ട് ആരും വണ്ടി നിർത്താതെ പോയ. എക്സ്ക്യൂസ് മീ, 2 സെക്കൻഡ് അയാൾ വണ്ടി നിർത്തിയായിരുന്നു. ഓക്കെ, കാരണം അതുവരെ അയാൾ നിന്റെ മുഖം കണ്ടില്ല. എപ്പോ അയാൾ നിന്റെ മുഖം കണ്ടോ അപ്പൊ അയാൾ കരുതി ഇവൻ ഡിസേർവ് ചെയ്യുന്നില്ല. ഓ വാട്ട് എവർ. പക്ഷെ നീ ലിഫ്റ്റ് ചോദിക്കാൻ പോകുന്നില്ല. ദാറ്റ്സ് ഇറ്റ്.